നമ്മള് എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഭാഗ്യമില്ലാത്തവനാണ്, എല്ലാവരും ഭാഗ്യമില്ലാത്തവനാണ് അല്ലെ? സത്യമല്ലേ? സത്യം. ലോകത്തിലെ ഏറ്റവും ഭാഗ്യശാലിയായിട്ട് ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അംബാനിയാണോ? അല്ല, ട്രെയിൻ സെലാക്കുന്ന ഒരാളാണ്. ആ. പുള്ളിയാണെങ്കിൽ 1962 പുള്ളി ആദ്യമായിട്ട് ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് ട്രെയിൻ നേരെ ഒരു പുഴയിലേക്ക് മറിഞ്ഞ് എല്ലാരും മരിച്ചു, 17 പേരും മരിച്ചു. പുള്ളി രക്ഷപ്പെട്ടു. അതിനുശേഷം പുള്ളി പ്ലെയിനിൽ സഞ്ചരിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുമോ. ആ സമയത്ത് മാൽഫങ്ഷന്റെ പ്രോബ്ലം കാരണം അതിന്റെ ഡോറ് തെറിച്ചു പോയി. ഓക്കെ, നേരെ ഒരു പുൽമേടി വീണ് പുള്ളി രക്ഷപ്പെട്ടു. ബാക്കി ഇരുന്ന പ്ലെയിൻ നേരെ പോയി ഇടിച്ചു, 19 പേര് മരിച്ചു. പുള്ളി അതിനുശേഷം കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ടൈം ആണോ? അല്ല, പുള്ളി അതിന് മുമ്പ് പോയിട്ടുണ്ട്. അപ്പൊ കാറില് ഭയങ്കരമായിട്ട് തീ പിടിച്ചിട്ട് പുള്ളിയുടെ മുടിയെല്ലാം കരിഞ്ഞു പോയി. പുള്ളി നേരെ കാറിന്റെ ഡോറ് ഇറങ്ങി വെളിയോട്ട് ചാടി ഇറങ്ങി. പെട്ടെന്ന് കാർ ഒറ്റപ്പെട്ട് തെറി അവിടുന്ന് രക്ഷപ്പെട്ടു പുള്ളി. അതിനുശേഷം പുള്ളിയാണെങ്കിൽ ബസ്സിൽ സഞ്ചരിച്ചോണ്ടിരുന്ന ബസ് നേരെ പുഴയെ മറിഞ്ഞ്. ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ പോകുന്നത്? അല്ല, ബസ്സിൽ മറിഞ്ഞ് ബസ്സിലുള്ളവര് മുള്ളു മുങ്ങി മരിച്ചു. 4 പേര് മുങ്ങി മരിച്ചു. പുള്ളി മാത്രം നീന്ത് കരയിൽ കയറി. അതിനുശേഷം പുള്ളിയാണെങ്കിൽ ചുരം ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോ, അതായത് മൗണ്ടൻസിലെ ചുരമില്ലേ, ചുരം ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോ ട്രക്ക് വന്ന സമയത്ത് ട്രക്കിനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് വെട്ടിച്ച വണ്ടി. കാറ് കൊക്കലോട്ട് മറിഞ്ഞു. കാറിന്റെ ഡോറിൽ നിന്ന് പുള്ളി തെറിച്ചു പോയി നേരെ ഒരു മരക്കൊമ്പി കയറി പിടിച്ചിരുന്നു. കാർ കൊക്കെ പോകുന്ന പുള്ളി നോക്കിക്കൊണ്ടിരുന്നു. എജാതി ഭാഗ്യമില്ല, അവിടുന്ന് രക്ഷപ്പെട്ടു. ആളെ പേരെന്താണ് പറഞ്ഞത്? ട്രെയിൻ സെലാക്ക്. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്. അതിനുശേഷം പുള്ളി 2003 ആദ്യമായിട്ട് ലോട്ടറി എടുത്തു. ആദ്യമായിട്ട് ലോട്ടറി $1 മില്യൺ ലോട്ടറി എടുത്തു. ലൈഫ് സെറ്റില്. എജാതി ഭാഗ്യമല്ലേ? നിങ്ങൾ പാസ്റ്റായിട്ട് അനുഭവം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുഹൈല്. അവൻ ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ ഇടപെടാൻ പോകുന്ന നമ്മളായിരിക്കും അതിൽ പെട്ടുപോകുന്നത്. അവൻ ക്ലിയർ ആയിട്ട് അത് സോൾവ് ചെയ്തിട്ട് അവൻ പുറത്തിറങ്ങും. ഇതിൽ വേറെ കാര്യമുണ്ട്. പുള്ളിക്ക് ഇതുവരെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടില്ല. അതിനൊന്നും അതെന്താ കിട്ടിയിട്ടില്ല. പക്ഷെ വേറൊരാൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഇത്ര സർവൈവ് ചെയ്തതിന് വേറൊരാൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ട്. അയാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അയാളുടെ പേര് കമന്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഇടയിൽ ഇതേപോലെ ഭാഗ്യശാലിയായ ഒരാളില് എന്ത് പ്രശ്നത്തിലും പോയിട്ട് സിമ്പിൾ ആയിട്ട് ഊരി വരുന്നിടത്തൻ അവനെ ഒന്ന് മെൻഷൻ ചെയ്തത്.